കോഴിക്കോട് പോയി പറ്റിക്കപ്പെട്ട കഥയ്ക്ക് ശേഷം ഇൻട്രോവേർട്ട് ആയതിന്റെ പേരിൽ മാത്രം കിട്ടിയ ചെറിയൊരു പണിയുടെ അടുത്ത കഥയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ അതും മറ്റൊരു കോഴിക്കോട് യാത്രയായിരുന്നു. പോവേണ്ടിയിരുന്ന സ്ഥലം മീൻചന്ത ആയതുകൊണ്ട് തന്നെ ട്രെയിൻ മാറ്റി ബസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്ത സ്ഥലം ആയതുകൊണ്ട് കണ്ടക്ടർ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലത്തുമ്പോൾ ഒന്ന് പറയണമെന്ന്. ചേട്ടൻ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിലൊരു പേടിയുള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കിയിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് മീൻചന്ത എന്നുള്ളൊരു ബോർഡും കണ്ടു. അവിടെ ബസ് നിർത്തിയില്ല. അന്നേരം എന്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് വന്നു. ബസ് അവിടെ നിർത്തൂ, ഇനി ഇതന്നെയല്ലേ സ്റ്റോപ്പ്? ഒന്നും ചോദിക്കാതെ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങി. കോഴിക്കോട് സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് ആ ചേട്ടനും ഞാൻ ബസ്സിലുണ്ടായിരുന്ന കാര്യം ഓർമ്മ. ചേട്ടൻ നേരെ എന്നെ കൂട്ടിയിട്ട് അതാണ് മീൻചന്ത ബസ്, അതിൽ കയറിക്കോന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ഒരു 20 രൂപ എടുത്ത് വെച്ച് തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി ആ ചേട്ടൻ സമ്മതിക്കാതെ എന്റെ കയ്യിൽ തന്നിട്ട് ആ ബസ്സിലെ കണ്ടക്ടർ ഏട്ടനോട് പറഞ്ഞ് ഈ കുട്ടിനെ മീൻചന്ത ഒന്ന് ഇറക്കി കൊടുക്കണേന്ന്. സൂപ്പ് പറയാൻ മറന്നുപോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ക്യാഷ് തന്ന് ബസ് കയറ്റി വിട്ട് തന്നു ആ ചേട്ടൻ. കൂടെ നടന്ന് പറ്റിക്കുന്ന ആൾക്കാരിൽ ഈ കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഇനി ഈ കയറിയ ബസ്സിലെ കണ്ടക്ടറിനും സ്റ്റോപ്പ് എങ്ങാനും പറയാൻ മറക്കുന്നു മേടിച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പൊ എന്നെ പോലെ വഴി കൂടെ പോകുന്ന വള്ളികളൊക്കെ ഏണി വെച്ച് പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നോളാം, നമുക്കുള്ള സ്പേസ് ആണിത്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.